ആഹാ, അയ്യോ, പങ്കുണ്ണിയായിരുന്നോ? കാറ് കണ്ടിട്ടേ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. മറ്റേ കാറിന്റെ AC ശരിക്കും വർക്കില്ല, നന്നാക്കാൻ കൊടുത്തിരിക്കുക. ആഹാ. ഇപ്പൊ വാങ്ങിയ കറുത്ത സീലാക്കാറ് അരവിന്ദ മാർക്കറ്റിൽ കൊണ്ടുപോയി. ഇന്ന് ചാണകവണ്ടി വരണ്ടേ, എനിക്ക് പിന്നെ എന്തായാലും മതി. എവിടേക്കാ ഈ വഴിക്ക്? ശേഖരേട്ടനെ കാണാനല്ലാതെ എനിക്ക് ഈ വഴിക്ക് വരേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താ അതിന്റെ അർത്ഥം? എന്ത്? വെറുതെ കയ്യും കെട്ടിയിരുന്ന പോക്കറ്റില് കാശിക്കനെ കുമകുമ കുമകുമ എന്ന് നിറയണ ജോലി ഉണ്ടായിരുന്ന ആളല്ലേ ശേഖരേട്ടൻ? എസ്റ്റേറ്റ്, കാറ്, ബംഗ്ലാവ്, ഇതൊക്കെ ഉണ്ടാക്കി കാലും കെട്ടിരിക്കണതിന് പകരം ഈ കൈക്കോട്ട് കൊണ്ട് പാടത്ത് വെള്ളം മുറിക്കാൻ നടക്കണു. അങ്ങനെ കാലുമേ കാല് കയറ്റിയിരുന്ന കിട്ടാത്തൊരു സ്വത്ത് എനിക്കുണ്ട് പങ്കുണ്ണി. അതെന്ത് സ്വത്താ? മനസുഖം. മോൾക്ക് വരുന്ന കല്യാണാലോചനകള് 1, 2, 3 എന്ന് വഴിക്ക് വഴി മുടങ്ങി പോണത് കാണുമ്പോഴും കിട്ടും ഈ പറഞ്ഞ സുഖം. ആ കൈമള ഞാൻ കണ്ടു. ആലത്തൂരുകാരും പോയി നിറഞ്ഞു. വെണ്ണ മടിയിൽ വെച്ചിട്ട് നെയ്യിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ മോനായോണ്ട് പറയല്ല, അരവിന്ദാക്ഷനെ പോലെ മിടുക്കനായ ഒരു പയ്യനെ കിട്ടാൻ ശേഖരേട്ടൻ തപസ് ചെയ്യണം. എന്നാലും കിട്ടുമോ സംശയ. ആ അടക്കവും ആ ഒതുക്കവും ആ വിനയവും. ഓ, നല്ല വെയിലാ. ശരിയാ. തല ചൂടാക്കാതെ പോ. ഈ പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അതിന് നീ വന്നത് ഞാൻ കണ്ടില്ലല്ലോ പങ്കുണ്ണി. എന്റെ കാര്യമല്ല പറഞ്ഞ്, മാമന് ഈ മൃദംഗം കൊടുത്ത് മാറ്റി വെച്ചേ എപ്പാ നോക്കിയാലും ഗുണു 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 ഗുണു. അയ്യയ്യ. ഞങ്ങളത് മുഴുവൻ വിളിക്കില്ല സുഭദ്ര. കാലം മാറി. തെണ്ടി തിരിഞ്ഞ് നടന്ന് ഞാൻ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി. ഇതുവരെ മേടിച്ചു. അർദ്ധരാത്രി കൊട പിടിക്കണമെന്ന് നാട്ടുകാർ പറയുന്നത്. പറഞ്ഞോട്ടെ, നാട്ടുകാരുടെ കൊടയല്ലോ പിടിക്കണേ. സുഭദ്രയുടെ മോള് എന്റെ മരുമകളായിട്ട് വന്ന നാട്ടുകാരുടെ മുമ്പിൽ നമുക്കുള്ള അന്തസ്സെന്താ? അത് പറഞ്ഞ ശേഖരേട്ടന് മനസ്സിലാവില്ല. അതാ ഞാൻ പറഞ്ഞത്, പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അവള് പഠിപ്പ് വിവരമുള്ള കുട്ടിയല്ലേ പങ്കുണ്ണി. അത് രണ്ടുമില്ലാത്തവന്റെ കൂടെ എങ്ങനെയാ അയക്കുക? മാമാ, വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോന് വിവരില്ലാന്ന് മാത്രം പറയരുത്. മാമനെ അറിയോ, അടയ്ക്കാ കച്ചവടം മുഴുവൻ അവനിപ്പോ ഒറ്റയ്ക്കാ ചെയ്യണേ. ചാണകലോട് വന്ന പണിക്കാരുടെ കൂടെ ചുമക്ക അവനും ഒപ്പം കൂടും. ഒരു കുട്ട ചാണകം പോയ രൂപ 12. പിന്നെ പഠിപ്പ്. 9ാം ക്ലാസ്സിൽ 6 കൊല്ലം പഠിച്ചു. 10ലെ പരീക്ഷ 7 തവണ എഴുതി. ഇതൊക്കെ പഠിപ്പല്ലേ? ധൈര്യമായിട്ട് കയറിക്കോളൂ സാറേ. ഇതാണ് ഹാള്. പിന്നെ ഇപ്പുറം ഇറന്നായി, അപ്പുറം 2 ബെഡ്റൂം, പിന്നെ കിച്ചണ്, വർക്ക് ഏരിയ. ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഈ വാടകയ്ക്ക് സാറിന് കണി കാണാൻ കിട്ടൂല. സരോജം ശരിക്കും നോക്കിക്കോളൂട്ടോ. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നല്ല ഒന്നാണ് ഒരു വെള്ള, പിന്നെ കാറ്റ്, ഫാനിന്റെ ആവശ്യം കൂടി ഇല്ല. ഓഫീസിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം കാണും? ഈ പാടാണ്ട് കടന്നില്ല ഓഫീസിലേക്കല്ലേ. പിന്നെ റോട്ടിലൂടെ ആവുമ്പോ ഒന്ന് ചിറ്റേണ്ടി വരും. മിസ്സിന്റെ മുഖം കണ്ടല്ലാതെ വീട് ഇഷ്ടായിന്ന്. മോശമില്ല, പക്ഷെ അഡ്വാൻസ് 10,000 എന്നൊക്കെ പറഞ്ഞ അത് ഇത്തിരി കൂടുതലാണ്. വാടക 5 10 കുറഞ്ഞാലും അഡ്വാൻസ് 10 താഴൂല. മൂപ്പർ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടേ. പുള്ളിക്ക് എന്താ പരിപാടി? മേനോൻ സാർ ഇൻകം ടാക്സിൽ ഇപ്പൊ റിട്ടയർ ചെയ്തു. കുറച്ച് ടൈറ്റിലപ്പോ. ശേഖരമേന്റെ ഭാർഗവി നിലയം എന്ന് പറയുന്ന വീട് തന്നെയാണോ ഈ പ്രേത ശല്യമൊക്കെ ഉള്ളത്? വീട് തന്നെ, പക്ഷെ അങ്ങനെ ഇത് ലോകം മുഴുവൻ അറിഞ്ഞോ? ഇത് കാളി റോഡ് തങ്ങളെ, ഇതിലൊന്നിനും വിശ്വാസം ഇല്ലാത്ത ഒരാൾ എനിക്ക് കാണിച്ചു തരുന്നേ. അതെ, 10 ചട്ടി വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ. നമസ്കാരം. കോൺട്രാക്ടർ അല്ലേ ബാലു? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ ചേട്ടാ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ എന്താ വിളിച്ചിരിക്കുകയാണോ? ഏയ്, ഞാൻ ഈ പലകയ്ക്ക് എന്തോ കേട്ടണമെന്ന് കേട്ടപ്പോ എന്താണ് നോക്കായിരുന്നു. എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ. ഓ, സംഭാവന. 100 രൂപയോ? ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്നത് 1000 രൂപയാണ്. അയ്യോ, കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളാണ്. ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ. പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ രാഷ്ട്രീയത്തിലൊരു വലിയ മാറ്റം നടക്കാൻ പോവാണ്. ഞങ്ങളോട് കേറിയ പിന്നെ പറയണ്ടല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മുളയൊക്കെ ആവശ്യം വരില്ലേ? ഈ താങ്ങ് കൊടുക്കാനും വാർപ്പിനൊക്കെ. പിന്നെ അതിന് 10 രൂപ മുള ഞങ്ങൾ കൊണ്ടുപോകും. കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത്. അയ്യോ, അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, തട്ടടിക്കുന്ന ടൈമായി. എന്നാ സമ്മേളനം? അടുത്ത ഞായറാഴ്ച. അപ്പൊ പിന്നെ പ്രശ്നമില്ല. തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ച. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിട്ടാ മതി. അത് ഞങ്ങൾ പറ്റും. എന്നാ വരും, വന്നാട്ടെ. 100,000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുവാര എന്റെ അടുത്തേക്ക് അയക്കരുതെന്ന്.
അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു. ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ? എടാ, അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവന് ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല. അതുകൊട്ടെ സമ്മേളന സ്ഥലത്ത് കൊടി നാട്ടാൻ മുള നിന്റെ അപ്പൂപ്പിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്നുണ്ടോ? അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല. എന്നാ പിന്നെ തരാൻ പറ്റില്ല എന്ന് ചേട്ടന് പറഞ്ഞാ മതിയായിരുന്നില്ലേ? എടാ, നയം വേണം. രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ടർ ആദ്യം പഠിക്കേണ്ടത്. ഗുരുനാഥന്റെ മകനായി പോയില്ലേ? അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒരു മരമണ്ടനെ ഒരു മണിക്കൂർ നേരെ എന്റെ ഐസ്മെന്റ് അടിയാൻ നിർത്തുകയില്ല. കോൺട്രാക്ടർ അല്ലേ? അതെ. നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സിലായില്ല. അല്ല, ടൗണിൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെന്നും ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്നും കേട്ടു. നല്ല ഒന്നാം തരം വീടുണ്ട്. വാടക ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അഡ്വാൻസ് 10,000 റുപ്യ തന്നെ കൊടുക്കണം. പിന്നെ എന്താ, അല്ലറ ചില്ലറ പ്രേതശല്യം ഉണ്ടെന്ന് മാത്രം. ആത്മധൈര്യം ഉള്ളവർക്ക് എന്ത് പ്രേതം? ധൈര്യത്തിന് കുറവൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം. ദുഷ്യനാണല്ലോ. എന്താ ചേട്ടാ അത്? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ശരിയാവൂല. ചേട്ടാ ഇത് എന്താ 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 ചേട്ടന് മനസാക്ഷിയില്ലേ? ഒരു ആക്സിഡന്റ് കണ്ട വഴി മാറി പോണോ വേണ്ടത്? അതെ, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. നമ്മുടെ ബന്ധുക്കളൊന്നുമില്ലല്ലോ. മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണോ? എങ്കിൽ അയാൾ നമ്മുടെ ബന്ധുവാണ്. ബാലു, ഇക്കാലത്ത് കഴിയുന്നതും പുലിവാലികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. ശരിയായിരിക്കാം. പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒടിഞ്ഞ് കുടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ. ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്കിൽ കയറ്റിയല്ല. എന്താ എന്താ ബ്രാൻ അടിച്ചിട്ടാ വണ്ടി നിർത്താതെ പോയി. എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും. ഒരു വണ്ടി വിളിച്ചേ. നീയേ ബൈക്ക് കൊടുത്ത് നേരെ ആശുപത്രിയിലോട്ട് വന്നാൽ മതി. വണ്ടി വിട്. ആക്സിഡന്റ് പറ്റിയ ആളുടെ കൂടെ വന്നതാരാ? ഞങ്ങൾ എല്ലാരും കൂടെ. അയ്യോ, ബാക്കിയുള്ളവർക്ക് പോയി. ഇത്രയും മരുന്ന് ഉടനെ വേണം. ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 2-3 കുപ്പി ബ്ലഡ് ഏർപ്പാട് ചെയ്യണം. അതിന് അയാൾ എന്റെ ആരുമല്ല. എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ മനുഷ്യത്വം ഓർത്ത് ഞാൻ. എന്തായാലും മരുന്ന് വാങ്ങിക്കേണ്ടതല്ലേ? ബാക്കി കാര്യമൊക്കെ പോലീസോട് പറഞ്ഞാൽ മതി. പോലീസ് വരൂ? പിന്നെ ആക്സിഡന്റ് കേസല്ലേ? ഞങ്ങൾ ഫോൺ ചെയ്ത് കഴിഞ്ഞു. അവരിപ്പോ എത്തും. ആ പൈസ എടുത്തേ, ഞാൻ മരുന്ന് വെച്ചോണ്ടിരാം. ജേഴ്സിയാ? അതെ സർ, ജേഴ്സി തന്നെ. അതോ നാടനോ? നാടനാന്നാ തോന്നുന്നത്. ഇത് ജേഴ്സി തന്നെയാ. കറക്റ്റാ. 2 നേരം കൂടെ 12 ലിറ്റർ പാല് കിട്ടും. ആഹാ. സുമാരമുള്ള സ്വാമി, സാർ, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ആ ആക്സിഡന്റ് കേസ്. ഓഹോ, കാഷ്വാലിറ്റി എവിടെയാ? ഇതാ അവിടെ. ബോധം വന്നോ? ആർക്കാണ് സാർ? തനിക്ക് ബോധം വന്നോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്സിഡന്റ് പറ്റിയവന്. അറിയില്ല സാർ, ഡോക്ടർമാരൊക്കെ അകത്തുണ്ട്. തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ? അയ്യോ അല്ല, ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ കുറെ പേരോടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ. തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല്? എന്ത് പറഞ്ഞില്ലേ? ഒന്നുമില്ലല്ലോ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ, ഒരുപാട് പണിയുണ്ട്. താൻ അവിടെ നിൽക്കേ, ഞാൻ പറഞ്ഞിട്ട് പോവാം. ഓ, ഒരു സിഗരറ്റ് ഉണ്ടോ എടുക്കാൻ? ഞാൻ മരിക്കില്ല. പിന്നെ ഈ കേസിനെ കുറിച്ചൊക്കെ പേടിക്കുന്നു വേണ്ട. FIR എഴുതുന്നത് ഞാൻ തന്നെ. കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണത് ആ FIR അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് എന്നെയൊക്കെ വേണ്ടതുപോലെയൊക്കെ. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് ബോധം വന്നുകൊണ്ട് താൻ ഇപ്പൊ രക്ഷപ്പെട്ടു. സുമാരമുള്ള സ്വാമി, ഒരു നീല വാനാണ് അത്ര ഇടിച്ചത്. പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം. അഡ്രസ് കൊടുത്തിട്ട് പോയാൽ മതി. ഓ, ചേട്ടൻ നല്ല ആളാ.
ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ അത് പറയണ്ടേ? ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ പറഞ്ഞു KVM ലാവുമെന്ന്. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ല. ഏതായാലും കണ്ടല്ലോ, സമാധാനായി. നീ ആ താക്കോലും കിടന്ന് ആക്സിഡന്റും ആൾക്കൂട്ടം കണ്ടപ്പോ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ശരിയാവൂല്ല എന്നും പറഞ്ഞു വണ്ടി തിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ഞാനാ. നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് നിന്റെ തന്ത കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മനസ്സലിഞ്ഞു പോയി. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ സമ്മതിച്ചില്ല. എന്തായി? കയ്യിലെ കാശും പോയി, കേസിൽ പെട്ടു. എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കെട്ട കോവർ കഴുത. അച്ഛാ, മോളെ സൂക്ഷിച്ചു വേണേ. ആ ഇതിപ്പോ 12ാമത്തോടാ ഈ മാസം മാറുന്നത്. ആ തടഞ്ഞു വെച്ച പെൻഷൻ കാശൊന്ന് കിട്ടട്ടെ, നമുക്ക് ഈ മുൻഭാഗം വാർത്തകളെ. വേണ്ട അച്ഛാ, പുരാന സ്റ്റൈലി അച്ഛാ ഹൈ. हाँ। ओल्ड इज गोल्ड कहते हैं ना? वो तो ठीक बात है। हाँ। നല്ല കാലം വന്നല്ലോ മേനോൻ സാറേ. എന്താ? നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ, ആ. മര്യാദക്കാരൻ, പണക്കാരൻ, പ്രേതത്തിന് നല്ല ദൈവത്തെ തന്നെ പേടില്ലാത്തൊരു സൈസ്. അങ്ങനത്തെ ഒരു വാടകക്കാരനെ കിട്ടാൻ ഏത് ഹൗസ് ഓണർ ഒന്നും കൊതിക്കും ഇല്ലേ? കൊതിക്കൂലേ? അത് ശരിയാ. ഇന്ന് ഇപ്പൊ നിങ്ങൾ അങ്ങനെ കൊതിക്കണ്ട, ആളെത്തി കഴിഞ്ഞു. അതാ നോക്കിയാട്ടെ. കോൺട്രാക്ടറാ. നമ്മളെ പഞ്ചായത്തിന്റെ ഹാളും സ്റ്റേജൊക്കെ ഉണ്ടാക്കുന്നില്ലേ? നമ്മൾ ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഈ മൂപ്പർക്കാണ് അതിന്റെ കരാറ്. ആ പണി ചെയ്യാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പോയി കൊത്തി ആള് വീണു. ഒന്ന് അഡ്വാൻസ് മേടിച്ചാട്ടെ. കുടുംബം വന്നിട്ടില്ലേ? കുടുംബോ? ഇല്ലാത്ത കുടുംബം ആളെ എവിടുന്ന് കൊണ്ടുവരാനാ? മൂപ്പർ ബാച്ചിലറാ. ഓ, മെയിന്റനൻസ് ഒക്കെ ഉടമസ്ഥൻ ചെയ്യുമോ അതോ വാടകക്കാരൻ ചെയ്യണോ? ആര് ചെയ്താലും കണക്ക് വെച്ചാൽ മതിയല്ലോ മിസ്റ്റർ. അരീന്ദ്രൻ. ആ, ഞാൻ ശേഖര മേനോൻ, ഇൻകം ടാക്സിലായിരുന്നു. ഓ മനസ്സിലായി. അങ്ങനെ സമ്പാദിച്ചാവും വസ്തുവകകളൊക്കെ. അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല. അതെ, മാനാഭിമാനവും അന്തസ്സും മാന്യതയാണ് മേനോൻ സാറിന്റെ ആകെ സമ്പാദ്യം. പിന്നെ സ്ഫടികപാത്രം പോലെ കലർപ്പില്ലാത്ത 3 കുട്ടികളും. കുട്ടികൾ ഒച്ചമ്പകളും ഉണ്ടാക്കി വാടകക്കാരന്റെ സ്വര്യം കെടുത്താൻ പാടില്ല. ഒച്ചിമ്പാൾ ഉണ്ടാക്കാൻ അവർ നഴ്സറി കുട്ടികളൊന്നല്ലേ? ആ, പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഞാൻ ആളുകളായിട്ട് അധികം മിങ്കിൾ ചെയ്യാറില്ല. എന്റെ അടുത്ത് മറ്റുള്ളവരും അങ്ങനെ ആയാൽ വളരെ നല്ലത്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം സിന്ദാബാദ് അർത്ഥം. അങ്ങനത്തെ ഒരാൾ തന്നെ മേനോൻ സാറും അന്വേഷിക്കുന്നത്. എന്നാ പിന്നെ അഡ്വാൻസ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നല്ലോ ചെയ്തോ. അല്ല, വാടക ചീട്ട് ഒപ്പിടാതെ എന്താണ് സാറ്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ഒരു പരസ്പര വിശ്വാസത്തിന് പുറത്തു നിന്നല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അതല്ല ബ്രോക്കറെ, നമ്മളൊരു കാര്യം. ബ്രോക്കർ അല്ല, മാഷ്, കുഞ്ഞാലിക്കുട്ടി മാഷ്. നിങ്ങൾ അഡ്വാൻസ് അങ്ങോട്ട് കൊടുക്കും. ഇതാ എന്നും കൂടി നോക്കില്ല. ഇതാണ് വിശ്വാസം. നിങ്ങളെ താമസിയാതെ പെട്ടിയും കറിയൊക്കെ എടുത്ത് അത് കയറിക്കോളി. ആ ആ കോൺട്രാക്ടർ ഭക്ഷണം വെച്ചിട്ടുണ്ടാവോ ആവോ? പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. സമയാസമയത്ത് കല്യാണം കഴിക്കാഞ്ഞ ഇത്തരം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് അയാളല്ലേ തീരുമാനിക്കണ്ടേ. വലിയ വലിയ ആൾക്കാർ പലരും കല്യാണം കഴിക്കാറില്ല. അവർക്ക് അതായിരിക്കും ഇഷ്ടം. ഇയാൾ അത്ര വലിയ ആളൊന്നും ആയിരിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, പ്രീതി. അവളുടെ അച്ഛന് കോൺട്രാക്ടറാ. എത്ര കാറാന്നറിയോ അവർക്ക്? അത് ശരി. കാറുകളുടെ എണ്ണം നോക്കിയാ ഒരാളുടെ വലിപ്പ ചെറുപ്പം തീരുമാനിക്കുന്നത്. എന്റെ നോട്ടത്തിൽ ഇയാൾ തികഞ്ഞൊരു മാന്യനാ, സത്യസന്ധൻ. അങ്ങനെയുള്ളവർക്ക് അധികം കാശൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന വരില്ല. പിന്നെ ഇയാളൊരു സാധാ PWD കോൺട്രാക്ടർ അല്ലേ മോളെ? വേറെ ബന്ധുക്കളൊന്നും ഇല്ലേക്ക്? പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ചൂഴിഞ്ഞൊക്കെ ചോദിക്കാൻ പറ്റുമോ? അനിയനും അനിയത്തി എറണാകുളത്തുണ്ടെന്നാ കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞത്. അവർക്ക് കുടുംബവും ഉദ്യോഗമൊക്കെ ഉണ്ട്. തറവാട്ടിലിപ്പോ മൂത്ത സഹോദരി ഭർത്താവ് താമസം. അവരുമായിട്ട് മൂപ്പര അത്ര സുഖത്തിലല്ല. പെരുമാറ്റം കണ്ടിട്ട് ആരുമായി അത്ര സുഖത്തിലാവാൻ വഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടാൽ അറിഞ്ഞൂടെ അച്ഛാ? ആവശ്യമില്ലാത്തൊരു ഗൗരവം, എല്ലാം അറിയാന്ന ഭാവവും. അപ്പോഴേ അവിടെ ലൈറ്റ് കത്തുന്നില്ല. ലൈറ്റ് കറണ്ട് ഉണ്ടല്ലോ. അത് ഇവിടെ എനിക്കൊരുപാട് കണക്കൊക്കെ തീർക്കാനുള്ളതാ. അല്ല, ലൈൻ രണ്ടോന്നാ. ഇനിയിപ്പോ അവിടെ മെയിനോ മറ്റോ ഓഫാണോ? ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛൻ കഴിച്ചോളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. കഴിഞ്ഞില്ല മോളെ. വരൂ. ഫ്യൂസ് പോയതാന്നാ തോന്നുന്നേ. ഈ ടോർച്ചൊന്നടിച്ചേ.
പ്രേതശല്യം ഉണ്ടെന്നൊക്കെ ആ ബ്രോക്കർ വെറുതെ പറഞ്ഞാണല്ലേ? വെറുതെ ഒന്നുമല്ല, മാഷ് നേരിട്ട് കണ്ടുത്രേ. അതുപോലെ നിഴലോ മറ്റോ കൊണ്ട് പേടിച്ചതാവും. പിന്നെ 20-ാം നൂറ്റാണ്ടിലെ പ്രേതം. നൂറ്റാണ്ടിന്റെ കണക്ക് നോക്കിയിട്ടൊന്നുമല്ല പ്രേതം വരിക. ഇന്നൊരാത്മാവ് പ്രേതമായി മാറിയാൽ ആ പ്രേതം പ്രപഞ്ചം അവസാനിക്കുന്നവരെ ജീവിക്കും. ടോർച്ച് ഇങ്ങോട്ട്. വാസ്തവത്തില് മനസ്സിന് ധൈര്യമില്ലാത്തതൊക്കെ ഇതിനകത്ത് തോന്നുന്നു. എങ്ങനെയൊക്കെ? എന്തെങ്കിലും കണ്ട ഉടനെ പ്രേതാണെന്നും പിശാചാണെന്നും ഒക്കെ. കുറച്ച് പേടിയുണ്ടല്ലേ? എനിക്കോ? ഏയ്. പിന്നെന്തിനാ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്താ മോളെ, ലൂസ് കണക്ഷൻ ആയിരുന്നോ? ഇല്ലച്ചാ, ഫ്യൂസ് പോയതാ. അത് ശരി. इस आदमी को इसके बारे में कुछ भी नहीं मालूम. दुनिया में सारा लोग तुम्हारा जैसा है. चल चल खाना खा लो, टाइम हो ठीक गया. है, अभी जल्दी आए ना. हाँ जरूर, अभी आऊं. കോൺട്രാക്ട് ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടാണ്. ഭയങ്കര ഉഷ്ണമേ, മഴയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് കണക്ക് എഴുതാനുണ്ട്. ഗുഡ് നൈറ്റ്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. സംരക്ഷിക്കും മെറ്റൽ കോറി, 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 എന്താ തോമസിന്റെ പ്രശ്നം? അത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നിട്ട് പേയ്മെന്റ് കിട്ടുള്ളൂ. കോൺക്രീറ്റ് തീർന്നെങ്കിൽ ഇനി ഒരു 8 ലോഡ് മെറ്റലെങ്കിലും വേണ്ടി വരും. 2 ദിവസമുള്ളിൽ സമരം തരും. തിരുവനന്തപുരത്ത് കാള പോയിട്ടുണ്ട്. അതുവരെ സാറും ക്ഷമിക്കും. പണി നിന്നു പോകില്ല ഈശ്വര. എന്താ സാറേ ഈശ്വരനെ വിളിക്കുന്നത്? എനിക്ക് കുറച്ച് മെറ്റൽ കിട്ടില്ലെങ്കിൽ വർക്ക് നിന്നു പോകും. ഞാൻ നിങ്ങളുടെ യൂണിയന് സ്ഥിരമായിട്ട് സംഭാവന നൽകുന്ന ഒരു അനുഭാവിയാണല്ലോ. നിങ്ങൾ മനസ്സ് വെച്ചാൽ എനിക്ക് കുറച്ച് മെറ്റൽ ഇറക്കാം. സമരം വേറെ, സംഭാവന വേറെ. അണികളെ വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എന്നിട്ട് ചെയ്യൂല. അല്ല, അന്ന് കൊണ്ടുപോയ ആ മുള കിട്ടിയില്ലല്ലോ. ആ മൈതാനത്ത് ചെന്ന് നോക്കിയേ, പാർട്ടിയുടെ കൊടി ഇപ്പോഴും പാറി കളിക്കുന്ന ആ മുളകളിലല്ലേ? അഭിമാനിക്കാൻ എന്തിലും കൂടുതൽ എന്താ വേണ്ട സാറേ? ഈ കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് ഹരീന്ദ്രനാഥിന്റെ വീട് അല്ല, ഇത് ശേഖരമേനോന്റെ വീടാ. ഈ വീടല്ല, ഒരു കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് പുതുതായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നത്. ഓ, കോൺട്രാക്ടറുടെ വീടാണോ? അതാ കാണുന്ന. പക്ഷെ പുള്ളി അതിരാവിലെ പുറത്തു പോയല്ലോ. അയ്യോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഈ ഏരിയയിൽ പരിചയക്കാരും പണിക്കുമല്ല ആണെങ്കിൽ പഞ്ചായത്തിനടുത്ത വർക്ക് സൈറ്റ്, അവിടെ ചെന്നാ കാണാം. പണിക്കൊന്നുമല്ല, ഞാൻ മൂപ്പരുടെ അനിയനാ. സ്വന്തം അനിയനോ? എന്ന് വെച്ചാ സ്വന്തം പോലെ. ഓ ചേച്ചി, ദാ കോൺട്രാക്ടറുടെ സ്വന്തം പോലെ അനിയൻ. ഈ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോളേജിലേക്കാവും. അല്ല, ഞാൻ ചുമ്മാ ഒരു കുശലം ചോദിച്ചതേ ഉള്ളൂ. മിടുക്കി കുട്ടി. എന്താ? മീനാക്ഷി കുട്ടി തന്നെ, എന്റെ അനിയത്തിയെ. അവളുടെ അതേ ഛായ. എഴുവാ കരിക്ക് കൊണ്ടുവരാൻ പോയാൻ ചത്തോ? നേരം അത്രേ വരാനുണ്ട് സാർ. ഇപ്പോഴാണ് ഭാരം ഇല്ലാത്തതിന്റെ കുറവ് മനസ്സിലാക്കുന്നത്. സംഭവം ഒരു കൂൾ ഡ്രിങ്ക്സ് എങ്കിലും വാങ്ങിച്ചോണ്ടുവാ. വന്നിരിക്കുന്ന എഞ്ചിനീയറാ. മാഡം, സിമന്റ് രജിസ്റ്റർ ഒക്കെ അപ് ടു ഡേറ്റ് ആണോ? അതെ മാഡം. ഇത് എന്നത്തേക്ക് വാർക്കാൻ കഴിയും? ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച. ആ. എസ്റ്റിമേറ്റ് പെടാത്ത കുറച്ച് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് മാഡം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അയച്ചിട്ടില്ലേ? ഓ മാഡം. അപ്രൂവലിന് ട്രിവാൻഡ്രത്ത് ചീഫ് ഓഫീസിൽ പോയി വരേണ്ടി വരും. അറിയാം. ഏതായാലും മിസ്റ്റർ ഹരീന്ദ്രൻ നാളെ ഓഫീസിലേക്ക് ഒന്ന് വരൂ. ആ. വെയില് കുറെ കൊള്ളുന്നുണ്ടല്ലേ? എന്തേ? കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കരിവാളിച്ചിട്ടുണ്ട് മുഖം. വരട്ടെ. നാടൻ പഴം അല്ലേ? ആ, ഈ പറമ്പിലുണ്ടായതാ. നല്ല മധുരം. ആ. ഞാനങ്ങനെ സാധാരണ ഒരിടത്തൊന്നും കഴിക്കാത്ത. ഇവിടെ എന്തോ സ്വന്തം വീട് പോലെ ഒരു തോന്നൽ. ഉച്ചക്കത്തെ ഊണിന് പോലും ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹാതുരത്വം. इसका मतलब क्या है? ഗൃഹാതുരത്വം? ഗൃഹാതുരത്വം എന്ന് പറഞ്ഞാ എനിക്കറിയാതെ വിട്ടത്. ഗൃഹാതുരത്വം കേട്ടിട്ടില്ലേ? ഞങ്ങൾ കവിതാവാസനയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. അപ്പൊ കവിത എഴുതുവോ? അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ആത്മപ്രശംസയാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപ മിന്നി പറയുന്ന ബിസിനസ് കോൺട്രാക്ട് പണി. ഈ സിമന്റ്, കമ്പി, പണിക്കാര്, ഈ ബഹളത്തിന്റെ ഒക്കെ ഇടയില് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുക ഒരു കവിത എഴുതുമ്പോഴാ. അല്ല, കാര്യം ചേട്ടന്റെ കൂടെ തൊഴിൽ പഠിക്കാനാണ് നിൽക്കുന്നതെങ്കിലും ഒരു 10 മിനിറ്റ് ഏകാഗ്രത കിട്ടിയ
അപ്പ മനസ്സിൽ കവിത തെളിയും. അതൊരു ഗിഫ്റ്റ് തന്നെയാ. ഇവിടെ നിങ്ങളൊക്കെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ താല്പര്യമുള്ളവരാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ മഞ്ഞ് വീണ പോലെ. മനസ്സിൽ മഞ്ഞു വീഴോ? കവിതയുടെ കാര്യം പറഞ്ഞതാ. കവിത കവിത. പാലക്കാട്ട് ഒരു കവി സമ്മേളനം. പേര് കേട്ട കവികളൊക്കെ ഉണ്ട്. യുവകവികളുടെ കൂടെ എത്തിയപ്പോ ഞാൻ എന്റെ മാമലകൾക്കപ്പുറത്ത് ഈണത്തിൽ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞതും കുറുപ്പ് സാറ് വന്നതിന് ഒരൊറ്റ കെട്ടിപ്പിടുത്തം. ഏത് എന്നിട്ട് നമ്മുടെ ONV കുറുപ്പ് സാറേ, എന്നിട്ട് അദ്ദേഹം മൈക്കിലൂടെ ഒരു കാച്ച്. മലയാള കവിത മരിച്ചിട്ടില്ല, മരിക്കുകയില്ല. ഇതാ ആശയുടെ പുതുനാളം ബാലചന്ദ്രൻ ചൂനിശ്ശേരി പറയുമ്പോ ദേ ഇപ്പോഴും കോരിത്തിരിക്കുക. കണ്ടോ കണ്ടോ കണ്ടോ, നോക്കിയോ. ഏതായാലും നമുക്കിനി ഇഷ്ടം പോലെ കവിത കേൾക്കാം. ചേട്ടനെന്ന് പതിവിലും നേരത്തെ പോയല്ലേ? ഞാൻ കാലത്തെ വന്നതാ. ചേട്ടൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയാനാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് വൈകിപ്പോയി. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പല പുലിവാലുകളിലും ചെന്ന് ചാടിച്ചിട്ടുമുണ്ട്. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇറങ്ങടാ പട്ടി പുറത്ത് എന്ന അച്ഛൻ. ഹരി എന്റെ മോനെ പോലെയാണ്. അവന് വേണ്ടാത്ത നിന്നെ എനിക്കും വേണ്ട എന്ന് അമ്മ. എന്നെ വീട്ടിൽ കയറ്റുന്നില്ല ചേട്ടാ. ചേട്ടനും കൂടെ കൈയൊഴിഞ്ഞാൽ ഒരു മുഴം കയറിൽ ഞാൻ ഈ ജന്മം അവസാനിപ്പിക്കൂ. ഇനി ഒരു അബദ്ധവും ഞാൻ ഒപ്പിക്കില്ല. ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ശരി. എന്നേക്കാൾ എത്രയോ അനുഭവജ്ഞാനമുള്ളയാളാണ് ചേട്ടൻ. പിന്നെ ചേട്ടൻ വരുന്നതും കാത്ത് കുറെ നേരം എനിക്ക് അവിടെ ആ ഹൗസ് ഓണറുടെ വീട്ടിലിരിക്കേണ്ടി വന്നല്ലോ. അവരെന്നോട് ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു. അല്ല, ചേട്ടൻ എങ്ങനെയുള്ള ആളാണ്, പുറമേ കാണുന്നത് പോലെ ശരിക്കും മാന്യം തന്നെയാണോ എന്നൊക്കെ. പ്രായപൂർത്തിയായ 2-3 പെൺകുട്ടികളുടെ വീടല്ലേ, അതുകൊണ്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല. മറ്റേ കാര്യം? ഏത് മറ്റേ കാര്യം? അത് മറ്റേ നമ്മുടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ, മറ്റേ പെണ്ണ് കേസേ, ലോക്കപ്പ് 3 ദിവസം. അത് ഞാൻ പറഞ്ഞില്ല. അവരത് അറിയാൻ വേണ്ട. നീ ആ പുറത്തുള്ള മുറി ഉപയോഗിച്ചാൽ മതി. ഇവിടെ എന്റെ കുറെ സാധനങ്ങളുണ്ട്. ഓ, എനിക്ക് ഈ വരാന്തയായാലും മതി.